ഞാൻ ഡോക്ടർ മേഹന ഡൊമിനിക്, ക്ലിനിക്കൽ ഫാർമസിസ്റ്റ്, പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ. എങ്ങനെയാണ് ഇൻഹേലർ ഉപയോഗിക്കേണ്ടത് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇൻഹേലർ എപ്പോൾ ഉപയോഗിച്ചാലും ഇൻഹേലർ സ്പേസർ വെച്ച് വേണം ഉപയോഗിക്കാൻ. ഇതാണ് സ്പേസർ. ഈ ഭാഗത്താണ് ഇൻഹേലർ വെക്കേണ്ടത്. ഇതാണ് സ്പേസറിൻ്റെ മൗത്ത് പീസ്, അതായത് നമ്മൾ വായിൽ വെക്കേണ്ട ഭാഗം. പുതിയൊരു ഇൻഹേലർ എപ്പോൾ ഉപയോഗിച്ചാലും അത് ടെസ്റ്റ് ഫയർ ചെയ്യേണ്ടതാണ്. അതായത് അതിൻ്റെ അടപ്പ് തുറന്നിട്ട് ഒരു പഫ് ഞെക്കി കളയണം. ഇൻഹേലർ എപ്പോൾ ഉപയോഗിച്ചാലും അതിനു മുമ്പ് ഇൻഹേലർ നന്നായിട്ട് കുലുക്കണം. കുലുക്കിയതിന് ശേഷം ഇതിൻ്റെ അടപ്പ് തുറന്ന് സ്പേസറിൻ്റെ ഈ ഭാഗത്ത് വെക്കണം. വെച്ചതിന് ശേഷം വലത്ത് കൈയുടെ തള്ളവിരൽ ഉപയോഗിച്ച് ഇൻഹേലറിൻ്റെ ഈ നോബിൽ അമർത്തണം. അമർത്തിയതിന് ശേഷം ശ്വാസം പുറത്തേക്ക് വിട്ടിട്ട് ഈ സ്പേസറിൻ്റെ ഈ അടപ്പ് തുറന്ന് നമ്മൾ വായിൽ വെക്കണം. ഈ നോബ് അമർത്തിയതിന് ശേഷം 10 സെക്കൻഡിനുള്ളിൽ ഇത് വായിൽ വെച്ചിരിക്കണം. വായിൽ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പല്ല് കൊണ്ട് കടിക്കാൻ പാടുള്ളതല്ല. ചുണ്ടുകൊണ്ട് നന്നായി കവർ ചെയ്തിരിക്കുന്ന രീതിയിൽ വേണം സ്പേസറിൻ്റെ മൗത്ത് പീസ് നമ്മൾ വായിൽ വയ്ക്കാൻ. വായിൽ വെച്ചതിന് ശേഷം ശ്വാസം ശക്തിയായിട്ട് അകത്തേക്ക് വലിച്ചിട്ട് 10 സെക്കൻഡ് പിടിച്ചു വെക്കണം. 1, 2, 3 അങ്ങനെ 10 തവണ എണ്ണിയിട്ട് മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. അങ്ങനെ 3 തവണ ശ്വാസം അകത്തേക്ക് വലിച്ചെടുക്കുകയും 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുകയും മൂക്കിലൂടെ പുറത്തേക്ക് വിടുകയും ചെയ്യുക. ആദ്യത്തെ തവണ ശ്വാസം എടുക്കുമ്പോൾ ശക്തിയായിട്ട് എടുക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ നിങ്ങളുടെ ഡോക്ടർ 2 പഫാണ് നിർദ്ദേശിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾ സ്പേസർ വായിൽ നിന്നെടുത്ത് ഇതിൻ്റെ അടപ്പടച്ചിട്ട് മുമ്പ് പറഞ്ഞ സ്റ്റെപ്സ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യേണ്ടതാണ്. ഇൻഹേലർ ഉപയോഗിച്ചതിന് ശേഷം ഇൻഹേലർ മാറ്റി അതിൻ്റെ അടപ്പിട്ട് മാറ്റി സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. ഇൻഹേലർ വായിൽ നിന്ന് എടുത്തതിന് ശേഷം നമ്മൾ വായിൽ വെച്ച ഭാഗം മൗത്ത് പീസ് ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ട് തുടയ്ക്കണം. ഇൻഹേലർ എപ്പോൾ ഉപയോഗിച്ച് കഴിഞ്ഞാലും ഉടൻ തന്നെ നിങ്ങൾ വാ കഴുകേണ്ടതാണ്. ആഴ്ചയിൽ ഒരിക്കൽ അല്ലെ 2 തവണ സ്പേസർ കഴുകണം. ചൂടുവെള്ളത്തിലോ തണുത്ത വെള്ളത്തിലോ അല്ല, സാധാരണ വെള്ളത്തിലൊന്ന് കഴുകി ഒന്ന് കുടഞ്ഞിട്ട് ഉണക്കിയതിന് ശേഷം മാത്രം വീണ്ടും ഉപയോഗിക്കുക. സോപ്പോ മറ്റ് ഡിറ്റർജൻറ്റ് വസ്തുക്കൾ ഉപയോഗിച്ച് കഴുകുവാനോ അകത്ത് തുണി കൊണ്ട് തുടയ്ക്കുവാനോ അകത്ത് തൊടുവാനോ ഒന്നും പാടുള്ളതല്ല. ഇൻഹേലറിൽ എത്രമാത്രം മരുന്ന് അവശേഷിക്കുന്നുണ്ടെന്നറിയാൻ ഇൻഹേലറിൽ ഒരു ഡോസ് കൗണ്ടർ ഉണ്ട്. ഇതാണ് ഡോസ് കൗണ്ടർ. ഒരുവിധം എല്ലാ ഇൻഹേലറിനും 120 പഫാണുള്ളത്. 120, 100, 80 അങ്ങനെ ഒരു 20 ഇൻ്റർവെല്ലിലാണ് ഇതിൻ്റെ ഡോസ് കാണിക്കുന്നത്. 40 ആകുമ്പോൾ ഒരു ചുവന്ന നിറം കാണിക്കും. അതായത് നിങ്ങൾക്ക് പുതിയൊരു ഇൻഹേലർ വാങ്ങിക്കാറായി എന്നാണത് സൂചിപ്പിക്കുന്നത്. 0 കാണിക്കുമ്പോൾ ഇതിലിനി മരുന്ന് ഇല്ല എന്നാണത് സൂചിപ്പിക്കുന്നത്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ നിങ്ങൾക്കിപ്പോൾ രോഗലക്ഷണങ്ങൾ ഇല്ലെങ്കിലും ഡോക്ടർ നിർദ്ദേശിച്ച അളവിലും കാലാവധിയിലും നിങ്ങൾ ഇൻഹേലർ ഉപയോഗിക്കേണ്ടതാണ്.